റിപ്പോർട്ട് ഈവനിംഗ് ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് ചർച്ചകൾ സജീവമാക്കി മുസ്ലിം ലീഗ്. മണ്ഡലമാറ്റത്തിനായി നേതാക്കൾ സമ്മർദ്ദം ചെലുത്തുന്നു. KM ഷാജി അഴീക്കോട് വിട്ട് കാസർഗോഡ് മത്സരിച്ചേക്കും. MK മുനീർ കൊടുവള്ളി വിട്ട് തിരികെ കോഴിക്കോട് സൗത്തിലെത്തിയേക്കും. പാറക്കൽ അബ്ദുള്ള കുറ്റ്യാടിയിൽ നിന്ന് മാറി നാദാപുരത്ത് നിൽക്കാനാണ് ധാരണ. PK ബഷീർ, KPA മജീദ്, NA നെല്ലിക്കുത്ത് തുടങ്ങിയവർ നാലാം ഊഴത്തിനായി ഇളവ് ചോദിച്ച് ലീഗ് നേതൃത്വത്തെ സമീപിച്ചു. VS രഞ്ജിത്താണ് ഈ ബ്രേക്കിംഗ് വാർത്തയുമായി നമുക്കൊപ്പം ചേരുന്നത്. ഗുഡ് ഈവനിംഗ് VS രഞ്ജിത്ത്. KM ഷാജി അഴീക്കോട്ട് നിന്ന് കാസർഗോട്ടേക്ക് പെട്ടിമാക്കുകയാണ്. ആരൊക്കെയാണ് എവിടേക്കൊക്കെയാണ് മാറ്റം ആഗ്രഹിക്കുന്നത്? മാറ്റത്തിന് അതോടൊപ്പം തന്നെ നാലാം ഊഴത്തിനൊക്കെയുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? ലീഗ് നേതൃത്വം അതൊക്കെ പരിഗണിക്കുന്നുണ്ടോ? സുജിയ, സ്വാഭാവികമായിട്ടും ലീഗിനകത്ത് ഈ സ്ഥാനാർത്ഥി ചർച്ചകൾ വളരെ സജീവമായി അണിയറയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചർച്ചകളാണ് നമ്മളിപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതിൽ MK മുനീറിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിലവിൽ കൊടുവള്ളി MLA ആണ്. കൊടുവള്ളിയിലേക്ക് അദ്ദേഹം പോയത് കോഴിക്കോട് സൗത്തിൽ നിന്നാണ്. ഇപ്പോൾ അദ്ദേഹം തിരിച്ച് കോഴിക്കോട് സൗത്തിലേക്ക് വരാനുള്ള ഒരു ആലോചന. അദ്ദേഹം മത്സരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെതാണ് തീരുമാനം. ഒന്നുകിൽ കൊടുവള്ളിയിൽ അദ്ദേഹത്തിന് മത്സരിക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കോഴിക്കോട് സൗത്തിലേക്ക് വരാനും അതുപോലെ തന്നെ ലീഗിനും ആ സൗത്ത് മണ്ഡലം തിരിച്ചു പിടിക്കാൻ MK മുനീറിനെ കൊടുവള്ളിയിൽ നിന്ന് കൊണ്ടുവന്നാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ MK മുനീർ കോഴിക്കോട് സൗത്തിലേക്ക് വരും. കോഴിക്കോട് സൗത്തിൽ MK മുനീർ ആണെങ്കിൽ കൊടുവള്ളി ഒഴിയും, അവിടെ KM ഷാജി ആയിരിക്കും എന്നുള്ളതാണ്. ഇനി അഥവാ കൊടുവള്ളിയിൽ തന്നെയാണ് MK മുനീർ എങ്കിൽ KM ഷാജിക്ക് സുരക്ഷിതമായൊരു മണ്ഡലം കൊടുക്കണം എന്നുള്ളതാണ്. PK കുഞ്ഞാലിക്കുട്ടിയുമായി KM ഷാജി ആ കാര്യത്തിൽ ഒരു ധാരണയിലെത്തി എന്നുള്ളത് മനസ്സിലാക്കുന്നു. കൊടുവള്ളി ഇല്ലെങ്കിൽ അദ്ദേഹം കാസർകോട്ടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ NA നെല്ലിക്കുന്നാണ് കാസർകോട് MLA. അദ്ദേഹം 3 ടേം കഴിയുന്നു. ആ 3 ടേം കഴിഞ്ഞൊഴിയുമ്പോൾ കാസർകോട്ടേക്ക് KM ഷാജി വരുന്നു എന്നുള്ളതാണ്. അഴീക്കോട് മണ്ഡലം വിട്ട് KM ഷാജി കാസർകോട്ടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുറ്റ്യാടിയിൽ തോറ്റുപോയ പാറക്കൽ അബ്ദുള്ള അദ്ദേഹം കുറ്റ്യാടി ഒഴിവാക്കി നാദാപുരം മണ്ഡലത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നാദാപുരം ഇപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിലുള്ള മണ്ഡലമാണ്. ആ മണ്ഡലത്തിന് പകരം പേരാമ്പ്ര കോൺഗ്രസിന് കൊടുത്ത് നാദാപുരം ലീഗ് ഏറ്റെടുക്കുകയാണെങ്കിൽ നാദാപുരത്ത് പാറക്കൽ അബ്ദുള്ള മത്സരിക്കും. അപ്പോൾ കുറ്റ്യാടി ഒഴിയുമ്പോൾ കുറ്റ്യാടിയിൽ PK ഫിറോസിനെ പോലുള്ള ഒരു നല്ല ഫേസ് കൊണ്ടുവന്ന് അവിടെ കുറ്റ്യാടി മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടക്കും. അതോടൊപ്പം കോഴിക്കോട് പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് കുന്നമംഗലം. ലീഗിന് വലിയ താല്പര്യമില്ലെങ്കിലും ഇത്തവണ കോൺഗ്രസ് ലീഗും ചേർന്നത് പിടിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ PK ഫിറോസിനെയാണ് കുന്നമംഗലത്ത് പരിഗണിക്കുന്നത്. കുന്നമംഗലത്ത് നാട്ടുകാരനാണ് PK ഫിറോസ്. അതോടൊപ്പം TP ജിഷാൻ, യൂത്ത് ലീഗിന്റെ സെക്രട്ടറി TP ജിഷാനെയും കുന്നമംഗലത്ത് മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് കോഴിക്കോട് സൗത്ത് മണ്ഡലം ഈ ലീഗിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട മണ്ഡലമാണ്. അവിടെ MK മുനീർ അല്ലെങ്കിൽ അവിടെ PK ഫിറോസ് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം വനിതാ ലീഗ് കോഴിക്കോട് സൗത്ത് ആവശ്യപ്പെടുന്നു. വനിതാ ലീഗ് നേരത്തെ മത്സരിച്ച മണ്ഡലമാണ്. നൂർബിന റഷീദ് അല്ലെങ്കിൽ അവിടെ ഫാത്തിമ തെഹ്ലി മത്സരിക്കാനുള്ള ഒരു സാധ്യതയാണ് കണക്കാക്കുന്നത്. അതോടൊപ്പം ഇത്തവണ 3 ഊഴം കഴിഞ്ഞ NA നെല്ലിക്കുന്ന്, PK ബഷീർ, ഷംസുദ്ദീൻ, മഞ്ഞളാംകുഴി അലി തുടങ്ങിയ നേതാക്കന്മാരൊക്കെ ഏതോ 5 ഉബൈദുള്ള തുടങ്ങിയ ആൾക്കാരുണ്ട്. ഇവരൊക്കെ നാലാം ഊഴത്തിനു വേണ്ടി ഇളവ് ചോദിച്ച് KPA മജീദ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നാലാം ഊഴത്തിന് ഇളവ് ചോദിച്ച് ലീഗ് സംസ്ഥാന നേതൃത്വത്തെ ബന്ധപ്പെട്ടിട്ടുണ്ട്. നിലവിൽ MK മുനീറിനും കുഞ്ഞാലിക്കുട്ടിക്കും മാത്രമേ ഇളവ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ. വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് VS രഞ്ജിത്താണ്. ഇളവുകൾ കൊടുക്കുമോ? ഈ ആവശ്യപ്പെടുന്ന സീറ്റ് മാറ്റം നടക്കുമോ? അതൊക്കെ അറിയാൻ നമുക്ക് എന്തായാലും നേരത്തെ ഒരുങ്ങാൻ ലീഗ് തയ്യാറെടുക്കുകയാണ്.